ഇന്ന് കല്ലുമ്മക്കായി അച്ചാറാണ് ഞാൻ ഇടുന്നത്. വളരെ ചെറിയ കല്ലുമ്മക്കായി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഇടുകയെന്ന് നോക്കാം. നല്ലപോലെ കഴുകി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അടപ്പരക്കി വെക്കാം. നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് എള്ളെണ്ണയിലാണ് ഞാൻ പൊരിക്കുന്നത്. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. പച്ചെണ്ണയായാലും എള്ളെണ്ണയായാലും ഒന്നും കുഴപ്പമില്ല. അതിലേക്ക് ഈ കല്ലുമ്മക്കായി കടുക്കാന്ന് പറയും, അതിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. കുറേശ്ശെ ഇട്ട് മൊരിക്കുക. ഒരു ബാച്ചായിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാം കോരി മാറ്റുന്നുണ്ട്. കല്ലുമ്മക്കായ അച്ചാർ ഇഷ്ടമില്ലാത്ത ആളാരും ഉണ്ടാവില്ല. പക്ഷെ ഇത് വളരെ ചെറിയ കല്ലുമ്മക്കായാണ്. ഫസ്റ്റ് ബാച്ച് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് കൂടി ഇടാം. അടുത്ത ബാച്ച് ഇടുന്നുണ്ട്. ഇനി അത് കോരി മാറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ആയ എണ്ണയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ടത് കാണിക്കാൻ പറ്റിയില്ല. ആ എണ്ണയിൽ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. വെളുത്തുള്ളി എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അധികം വേവൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം. ഇത് ഉലുവ പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഉലുവയാണ്. അതൊരു ടീസ്പൂണോളം ഇതിലേക്കിട്ട്, ഇനി ഇത് കടുക് പൊടിച്ചതാണ്, അതും ഇതിലേക്കിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി മുളക് പൊടി ഇടണം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യമെങ്കിൽ അതിൽ കൂടുതലിടാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ LGൻ്റെ കായപ്പൊടിയാണ് എടുത്തത്, അതും 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. കായപ്പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മണം വരും. നല്ല സ്മെല്ലാണ് ഇപ്പം വരുന്നത്. ഇനി ഇതിലേക്ക് ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് അതിന് ശേഷം അത് തിള വന്നതിന് ശേഷം ആ പൊരിച്ച് വെച്ച കല്ലുമ്മക്കായൊക്കെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞ് അടച്ച് വെക്കാം. ഇതിന് തീ ഓഫ് ചെയ്തിട്ടാണ് അടച്ച് വെച്ചത്. ഇപ്പോൾ കല്ലുമ്മക്കായി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാ കല്ലുമ്മക്കായി അച്ചാറും റെഡി ആയിട്ടുണ്ട്. ബോട്ടിലൊക്കെ ആക്കി വെച്ചു. ഓക്കെ, താങ്ക് യു.